ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. മോന്റെ പേരെന്താ? ദേവർഷി. ഏത് സ്കൂളിൽ പഠിക്കണേ? ചെറുപുഴ. എത്രയും? 6ാം ക്ലാസ്സില്. അപ്പൊ മോൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ വണ്ടി ഏതാ? അത് ആ ബസ് റൊസാരിയോ. ഇതാണോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്? അല്ല, അതല്ല, അതാക്കി കഴിഞ്ഞില്ല, പണിയില്ല. ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേ മോൻ എന്തൊക്കെ കാര്യങ്ങളാ ആദ്യം ചെയ്യാ? ഇങ്ങനെ മോഡല് വേറെ വണ്ടികള് കണ്ടു വെക്കാറുണ്ടോ? ഗൂഗിളിൽ നോക്കും, ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നിട്ട് ആദ്യം ഫോർഷീറ്റില് സൈഡ് വരച്ചെടുക്കും, പ്ലാനെല്ലാം കട്ട് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിട്ട് പിന്നെ ലാസ്റ്റ് ടയർ വെക്കും, പെയിന്റ് അടിക്കും. ഇതിപ്പോ സ്റ്റിക്കർ, പ്രിന്റ് സ്റ്റിക്കർ, ഈ സൈഡിൽ കാണുന്ന പെയിന്റ് കൊടുത്തല്ല, പ്രിന്റ് സ്റ്റിക്കർ. സ്റ്റിക്കർ വാങ്ങിച്ചാണോ? പ്രിന്റ് എടുത്തതാണ്. ഈ ബസ് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഈ ബസ് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ചെറുപുഴ ഉണ്ടായിരുന്ന ബസ്സാ, പക്ഷെ ഇപ്പൊ ഇല്ല, പോയി. ഇപ്പൊ ആലക്കോട് അങ്ങോട്ടാണ്. ബസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ? ഏത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് തന്നെയാണോ ചെയ്യാറ്, അതോ മോൻ ഒരു ചെയ്യണമെന്ന് തോന്നിയിട്ട് പുതുതായിട്ട് സെലക്ട് ചെയ്യണം? കണ്ടിട്ട് ചെയ്യാറുണ്ട്. അത് കൊമ്പൻ ബസ് ആക്കുന്നേ. ഇത് ഇപ്പം ഈ ഷീറ്റ് ഇത് എന്തിലാ ചെയ്യണത്? ഇത് ഫോം ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എവിടുന്ന് വാങ്ങിച്ചോണ്ടിരുന്നേ? ഇത് ചെറുപുഴന്ന് വാങ്ങാറ്. അപ്പൊ വീട്ടില് പറയോ എനിക്കിങ്ങനെ വണ്ടി ഉണ്ടാക്കാൻ ഇതൊക്കെ വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയാറുണ്ടോ? വീട്ടുകാരെങ്ങനെ സപ്പോർട്ടാണോ? വാങ്ങി തരുമോ? ഒരു ബസ് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുക്കും? ഇതിപ്പോ ഒരു രണ്ടാഴ്ച എടുത്തു. ഇതൊക്കെ ഇപ്പം ചെയ്താണോ അതോ വെക്കേഷൻ ടൈമിൽ ചെയ്താണോ? ഇതിപ്പോ 2025 ചെയ്ത്. അതെ, വെക്കേഷനിലായിരുന്നു, സ്കൂൾ കൂട്ടിയ സമയത്തായിരുന്നു ചെയ്തത്. ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങിയല്ലേ, ഇപ്പൊ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അതെങ്ങനെ സമയം കണ്ടെത്തുന്നത്, എങ്ങനെ ഉണ്ടാക്കാനായിട്ട്? സമയം സ്കൂൾ വിട്ട് വന്നിട്ടും ചെയ്യും, ചിലപ്പോ രാവിലെ എണീറ്റ് ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് ആക്കിയ വണ്ടി ഇതാ, മേജർ. ഇതാരുടെ വണ്ടിയാ? ഇത് അച്ഛൻ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ അല്ല ആക്കിയ, അത് സാധാ മേജറാ, കളറൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്ത് പെയിന്റ് ഇതിനൊക്കെ അടിക്കുന്നത്? ഇത് അക്രിലിക് പെയിന്റ്. ഈ ടയർ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ടയർ ഇത് തന്നെ, കൊറേ വട്ടം മുറിച്ചിട്ട് ഷീറ്റുകൾ യോജിപ്പിച്ചിട്ട്. ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ ഇത് ചെയ്യാനല്ലേ? ഇത് നല്ല ഒരാഴ്ച മതി, ചെറിയ വണ്ടിയല്ലേ. ഇപ്പൊ ഉണ്ടാക്കി അതിന് എക്സ്പീരിയൻസ്ഡ് ആയല്ലേ. ഇനി ഏത് വണ്ടി ഉണ്ടാക്കാനാണ് പ്ലാന്? ഇനി അതാക്കിട്ടൊരു ആംബുലൻസ് ആക്കണം. ആംബുലൻസ് ഇങ്ങനെ ഉണ്ടാക്കണത് കണ്ടിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് വണ്ടി ഉണ്ടാക്കി തരുമോന്നൊക്കെ? അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. വണ്ടി ചോദിച്ചിട്ടുണ്ട് എന്റെ ഒരു അനിയൻ. കൂട്ടുകാരൊക്കെ കാണാറുണ്ടോ? കൂട്ടുകാർക്കൊക്കെ അറിയോ? കൊണ്ടുപോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇതിപ്പോ ഉണ്ടാക്കാനായിട്ട് യൂട്യൂബില് വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാണോ ചെയ്തത്? യൂട്യൂബില് വീഡിയോ ആണ്. ഫോട്ടോ നോക്കി സൈഡിന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് കട്ട് ചെയ്തെടുക്കും. എന്നാലും ഒരു ഏകദേശം ഇപ്പൊ ഇതിന്റെ അളവും കാര്യമൊക്കെ എങ്ങനെയാ? അളവ് ഞാൻ ഈ ചെറിയ വണ്ടിയാക്കുന്നതൊക്കെ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നേ. അളവ് നോക്കാറൊന്നുമില്ല. കാര്യമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാറ് ചെയ്യുമ്പോ? കാര്യമായിട്ട് പെയിന്റ് നല്ല ഇതാക്കണം. ഇപ്പൊ ആദ്യത്തെ വണ്ടി ഉണ്ടാക്കിയത് കാർബോർഡിലല്ലേ? ലോറി ഉണ്ടാക്കിയത്. അപ്പം കാർബോർഡിൽ നിന്ന് ഈ ഷീറ്റിലേക്ക് മാറുമ്പോ എന്തൊക്കെ ഗുണങ്ങളാ ഉള്ളത്? ഇത് നമുക്കിങ്ങനെ വളച്ചെടുക്കാം, ബെൻഡാക്കി എടുക്കാം. മറ്റേ കാർബോർഡ് അങ്ങനെ
നല്ല പണിയാ. ചളുങ്ങി പോവും, അലുത്തു. പിന്നെ കൂടുതൽ കാലം ലോങ് ലാസ്റ്റിംഗ് ആയി നിക്കില്ല അല്ലെ. ഇത് തന്നെ വാട്ടർ പ്രൂഫ്. ഇത് വെള്ളത്തിൽ വെച്ചാലൊന്നും. പിന്നെ ഇനിയിപ്പം ഭാവിയിൽ എന്താ വണ്ടിയൊക്കെ ഉണ്ടാക്കാനാണോ, പുതിയ വണ്ടി ഏത് എടുക്കാനോ ആഗ്രഹം? വണ്ടി കാറ് തന്നെ. കാറ് തന്നെ. ഏത് കാറാ ഇഷ്ടം? ടൊയോട്ട സൂപ്പർ മാർക്ക് 4. എടുക്കുവോ വേഗം തന്നെ? നല്ല പൈസ. വണ്ടി പ്രാന്താണെന്ന്. വണ്ടി പ്രാന്തനാണോ? അർജുന്റെ ലോറി ആക്കിയത് അത് പഴയതായോണ്ട് കാർബോർഡിലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ പോയി. അപ്പൊ എത്ര വർഷമായി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ചെറുപ്പത്തിലാക്കാൻ തുടങ്ങി, അതെല്ലാം പോയി. പിന്നെ ചെറുപ്പത്തിലെന്ന് പറയുമ്പോ എത്ര പ്രായത്തിലായി? ഇപ്പൊ എത്രയായി? ഇപ്പൊ 12 വയസ്സ്. അപ്പൊ എത്ര വയസ്സിൽ തുടങ്ങി? ഒരു 4 വയസ്സായിരിക്കും. 4 വയസ്സിലൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 4, 5, 6. ഇപ്പൊ ഇങ്ങനെ വണ്ടിയൊക്കെ ഉണ്ടാക്കാല്ലാണ്ട് എന്തൊക്കെ കഴിവുകളുണ്ട്? പിന്നെ ഡ്രോയിങ്, ചിത്രം വരക്കും അല്ലേ? ഈ ചിത്രമൊക്കെ മുമ്പ് വരച്ചതാ? ഇത് എത്ര വർഷമായി വരക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെ ഇതിപ്പോ കുറച്ച് നാളായതേ ഉള്ളു. അപ്പൊ കൊറേ നാളായിട്ട് വരയ്ക്കുന്ന നിർത്തിയിട്ടാ ഉള്ളെ. വണ്ടിയായിട്ട് അങ്ങനെ. ഇപ്പൊ വണ്ടിയിലാണോ കോൺസെൻട്രേഷൻ? വരയ്ക്കണം എന്നുണ്ട്, പക്ഷെ എന്ത് വരയ്ക്കും അതൊന്നും അറിയില്ല. ഈ വരച്ചതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ അതേപോലെ തന്നെ ഫോട്ടോ എടുത്ത് വെക്കും. ഫ്രെയിമൊക്കെ ഉണ്ടാക്കിയത് മോൻ തന്നെയാണല്ലേ? ഇതെല്ലാം മുറിച്ചെടുത്ത് ഇത് പഴയത്. വേറെ ആവശ്യങ്ങൾക്കായി ഇതിന്റെ ഗ്ലാസ് ഒക്കെ വെക്കാനും. ഇത് ഉണ്ടാക്കാനായിട്ട് ഈ സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട് കുറെ കോസ്റ്റ്ലി ആവുണ്ടോ? ഇത് തെർമാക്കോളും അല്ല, ഈ ഷീറ്റൊക്കെ വാങ്ങിക്കുമ്പോഴേക്കും ഇതിന് 100 എത്ര പൈസ. പിന്നെ ഈ ഒരു വണ്ടി ഉണ്ടാക്കാനായിട്ട് എത്ര മീറ്റർ ഷീറ്റ് ഇത് വാങ്ങണം? ഇതിനൊരു ഷീറ്റെല്ലാം 100 രൂപ, പ്രിന്റ് 100, ഇങ്ങനെ 500 താഴേക്കണം. അപ്പൊ ദേവർഷിന്റെ അച്ഛനും അമ്മയുണ്ട്. അവരുടെ പേര് ഷീജ, മധു. അപ്പൊ ഇവൻ പറഞ്ഞു 4 വയസ്സ് മുതൽ ഇവൻ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ശരിക്കും എത്ര വയസ്സ് മുതൽ? 4 വയസ്സ് മുതലല്ല, 4ാം ക്ലാസ് മുതല് തെറ്റിപ്പോയതാ. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? 4ാം ക്ലാസ് മുതല്. അതെ, അതിന് മുമ്പ് ചിത്രം വരയ്ക്കും. 4ാം ക്ലാസ് മുതല് വണ്ടി പ്രാന്തനാണ് പൊതുവെ. പല ഇങ്ങനെ കാർബോർഡ് മുറിച്ചിട്ടും വണ്ടി ഉണ്ടാക്കും. അതൊന്നും സൂക്ഷിച്ചു വെക്കൂല, അത് എടുത്ത് നശിപ്പിച്ച് കളയും. അടുത്ത വണ്ടി ഉണ്ടാക്കുമ്പോ അതങ്ങ് കളയും. ഇതൊക്കെ കാണുമ്പോ എന്തായാലും വീട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഈ വണ്ടി കാണുമ്പോ തന്നെ സപ്പോർട്ട് ഉണ്ട്. അവൻ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കല്ലേ. ഫോറസ്റ്റ് ഷീറ്റ്, പിന്നെ ഗമ്മ്, പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി കൊടുക്കും. ഈ പഠിക്കേണ്ട സമയത്ത് കളിക്കുന്നുണ്ടോ? പഠിക്കുന്ന സമയത്തും ചെയ്യാറുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു? ഈ വണ്ടിയുടെ ആദ്യം ആ കാറ് വാങ്ങുന്നതിന് മുന്നേ വാങ്ങിയ വണ്ടിയാ ഓമിനി. എനിക്ക് വാങ്ങിയപ്പോഴേ നല്ല ഇഷ്ടമായിരുന്നു ഓമിനി. അതിന്റെ ഒരു ലുക്കും എല്ലാം കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടിയെടുത്ത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്ത് വെച്ചാണോ? കൊടുത്തതിന് ശേഷമാണോ ചെയ്തേ? കൊടുത്തിട്ട് കൊറേ നാളായി. പിന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ അതിന്റെ തന്നെ, ആ നമ്പർ പ്ലേറ്റ് തന്നെ. പിന്നെ വണ്ടിയുടെ വലിയ ഓർമ്മയൊന്നും ഇല്ല, എന്നാലും
കൊറേയൊക്കെ ചെയ്തെടുത്തു. അപ്പൊ ഇതുപോലെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ തന്നെയല്ലേ അധികം ചെയ്തിട്ടുള്ളത്? ഇഷ്ടപ്പെട്ടത് തന്നെ കണ്ടിഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യുന്ന. ഇനി ചെയ്യാൻ മനസ്സിൽ പ്ലാനുള്ള വണ്ടി ഏതാ? ഇനി ആംബുലൻസ് ചെയ്യണം എന്നാണ് തോന്നുന്നത്, പക്ഷെ ചിലപ്പം മാറ്റും. ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.